നമസ്കാരം, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു യാത്ര പോവാണ് ഞാനും വൈഫും കൂടിയേ. കല്യാണം കഴിഞ്ഞൊരു 9 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഇന്നേ വരെ രണ്ടുപേരും കൂടി ഒരു യാത്ര പോകണമെന്ന് ആഗ്രഹിക്കുന്നല്ലാതെ ഇതുവരെ സാധിച്ചിട്ടില്ല. ദൈവം അനുഗ്രഹിച്ച് ഇപ്രാവശ്യം അതങ്ങ് സാധിച്ചു. അതും ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പ്. സോ എക്സൈറ്റഡ്. മുഖത്ത് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ കേട്ടാ, നല്ലോണം ഉണ്ട് എക്സൈറ്റ്മെൻറ്റ്. കുറേ കാലങ്ങളായിട്ട് യാത്ര ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ യാത്ര സത്യത്തിൽ യാദൃശ്ചികമായിട്ടായിരുന്നു. ചടപടെ എന്നുള്ളൊരു തീരുമാനങ്ങളായതുകൊണ്ട് വലിയ പ്രിപ്പറേഷനൊന്നും ഉണ്ടായിരുന്നില്ല. എന്തിനു പറയണം, കറൻസി വരെ കൺവേർട്ട് ചെയ്ത് കിട്ടിയത് പോകുന്നതിൻ്റെ തലേന്നാണ്. അതുകൊണ്ട് കിട്ടിയതും എടുത്തുകൊണ്ട് നാട് വിട്ടു. ചെക്കിനും ഇമിഗ്രേഷനും സെക്യൂരിറ്റി ചെക്കിങ്ങും എല്ലാം കഴിഞ്ഞ് കുറേ നേരം ഞങ്ങളിവിടെ കാത്തിരുന്നു. ഏറെക്കുറെ ഒരു 11:15 പരിപാടികളെല്ലാം കഴിഞ്ഞു. 1:40 ഫ്ലൈറ്റ്. ഒടുവിലിതാ ഞങ്ങളുടെ ഫ്ലൈറ്റ് വന്നു എന്നറിഞ്ഞ് ഫ്ലൈറ്റ് ലക്ഷ്യമിട്ട് ഞങ്ങളിങ്ങനെ നടക്കുകയാണ്. കാണാ കാഴ്ചകൾ കാണാനുള്ള കൊതിയും വെമ്പലോടുകൂടി മലേഷ്യൻ എയർലൈൻസിൻ്റെ ഫ്ലൈറ്റും ലക്ഷ്യമിട്ട് ഞങ്ങളിതാ മുന്നോട്ട് കുതിക്കുകയാണ്. പെട്ടെന്ന് ഇതാ ഒരു ശബ്ദം, കൃഷ്ണ. അങ്ങനെ ഞങ്ങളുടെ യാത്ര ആരംഭിച്ചു. കൃത്യം 1:40 തന്നെ ഫ്ലൈറ്റ് എടുത്തു കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ ആദ്യ ഇൻ്റർനാഷണൽ യാത്രയുടെ ആരംഭമാണിത്. കാത്തിരിപ്പിനൊടുവിൽ ഇതാ ഭക്ഷണം വന്നു. പ്രത്യേകിച്ച് അതിനകത്ത് കാര്യമൊന്നുമില്ല. കൃഷ്ണയ്ക്ക് വെജ് മീൽസ് ആയിരുന്നു, എനിക്ക് നോണുമായിരുന്നു. ഇതിൽ റൊട്ടിയുണ്ട്, പിന്നെ പായസമുണ്ട്, പിന്നെ എന്താണ് മറ്റേ ഈ ക്യാരറ്റും കുക്കുംബറും അരിഞ്ഞ സംഭവമുണ്ട്, പിന്നെ ഒരു ഫോർക്ക് വെച്ചിട്ടുണ്ട്. എന്തിനാണോ എന്തോ. ഇത് വേറൊന്നുമല്ല, ഇതിൻ്റെ അടിയിൽ മറ്റേ ഫ്രൈഡ് റൈസ് ഉണ്ടല്ലോ, അപ്പോൾ അതിങ്ങനെ കുത്തി കഴിക്കാനായിരിക്കും. എനിക്ക് നോക്കി ഇതുപോലെ തന്നെയാണ്. അകത്തൊരു റൊട്ടി വെച്ചിട്ടുണ്ട്, അതിൻ്റെ അടിയിൽ ഫ്രൈഡ് റൈസ് ഉണ്ട്, അത് ചിക്കനാണ്, പിന്നെ സാൾട്ടഡ് പീനട്ട് ഉണ്ട്, പിന്നെ കുടിക്കാൻ വെള്ളമുണ്ട്. ഞാൻ ആക്ച്വലി ഇത് പൊളിച്ച് നോക്കിയിട്ട് കാഴ്ചയിലൊരു ആവറേജ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. ബട്ട് ഇനി കഴിച്ചു നോക്കിയിട്ട് ബാക്കി ഞാൻ പറയാം. പിന്നെ ഈ കൂടെയുള്ള സംഭവം ഉണ്ടല്ലോ, അത് റൊട്ടിയല്ല, അതെന്ത് സ്വീറ്റ് പൊറോട്ടയാണ്. കൃഷ്ണ ഇത് പായസത്തിൽ മുക്കി ഇങ്ങനെ കഴിക്കുന്നുണ്ട്. ഞാനും ഒരു പിടിയെടുത്ത് നോക്കി. കഴിച്ചു കഴിഞ്ഞപ്പോഴല്ലേ സംഭവം മനസ്സിലായത്. സംഭവം കൊള്ളാം, കിടുക്കി. നല്ല വെറൈറ്റി കോമ്പിനേഷൻ അല്ലേ, പൊറോട്ടയും പായസവും. സംഭവം കൊള്ളാം കേട്ടാ. നാട്ടിൽ വന്നാലും ഒന്ന് ട്രൈ ചെയ്യണമെന്നുണ്ട്. പിന്നെ ഈ ഫ്രൈഡ് റൈസ് ഞാൻ കണ്ടതുപോലല്ല, സംഭവം അടിപൊളിയാണ്. ഫ്രൈഡ് റൈസ് എന്ന് പറയണോ ബിരിയാണി എന്ന് പറയണമെന്ന് അറിഞ്ഞൂടാ, എന്തായാലും കൊള്ളാം സംഭവം. ചിക്കൻ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാടൻ സ്റ്റൈൽ എന്ന് പറയാൻ പറ്റില്ല, ബട്ട് ഒരു പ്രത്യേക തരം ടേസ്റ്റ് എനിക്കിഷ്ടപ്പെട്ടു. വെജ് ഫ്രൈഡ് റൈസും നല്ലതാണ് കേട്ടോ. അങ്ങനെ അത്താഴമെല്ലാം കഴിച്ച് കിടന്നുറങ്ങി. നേരം വെളുത്ത് കണ്ണ് തുറന്ന് പുറത്തോട്ട് നോക്കിയപ്പോൾ കണ്ട കാഴ്ച കോലാലംപൂറിൻ്റെ ടോപ്പ് വ്യൂ. അതിമനോഹരമായൊരു സിറ്റി. നമ്മുടെ നാടും ഈ മലേഷ്യയും തമ്മിൽ 2.5 മണിക്കൂറത്തെ വ്യത്യാസമുണ്ട് കേട്ടോ. കോലാലംപൂരിൽ ഒരു ഏകദേശം 8 മണിയായപ്പോൾ എത്തി. അതായത് നാട്ടിൽ 5:30 ആയിട്ടുള്ളൂ, നേരം വെളുത്തിട്ടില്ല. അപ്പോൾ കോലാലംപൂർ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരേക്കും വണക്കം.